നിനക്ക് അസൂയല്ലേടി മോളെ? അജു നിന്നോട് ഇങ്ങനെയൊന്നും പറയാത്തതുകൊണ്ട്. പിന്നെ അസൂയ തോന്നാൻ മാത്രം ഒന്നുമില്ല. അജുവേട്ട എന്തായാലും ശിവേട്ടനേക്കാൾ നല്ലോണം പാവാണെന്ന് എനിക്കറിയാലോ. നിങ്ങൾ ഏട്ടനും അനിയത്തി എന്തിനാ ഇവിടെ വന്നതെന്ന് ഓർമ്മയുണ്ടോ? ഞാനാണോ ചേട്ടാ തുടങ്ങിയത്? ആര് തുടങ്ങിയാലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. എന്തായാലും ഇത്രയായില്ലേ, എനിക്കൊരു കാര്യം കൂടി അറിയാനുണ്ട്. ഇനി അതെന്ത് കുരിശാണോ? ഇവർ രണ്ടാളുടെയും വഴക്ക് കണ്ട് അജുവും നച്ചും ഒന്നും മിണ്ടാതെ ചിരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. എന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നച്ചു ചേച്ചിയാണ്. അജുവേട്ടനാണോ ശിവേട്ടനാണോ കൂടുതൽ പാവം? പാവം എന്നുള്ളതുകൊണ്ട് അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം പറ, എന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ നച്ചു, അവൾക്ക് നല്ലോണം അറിയാം നീ എന്ത് ചോദിച്ചാലും അജുവിന്റെ പേര് മാത്രമേ പറയൂ എന്ന്. അതാ അവൾ അങ്ങനെ ചോദിച്ചത്. നീ എന്നേക്കാൾ കൂടുതൽ നല്ലത് അജു ആണെന്ന് പറയുമ്പോ അവൾക്ക് എന്റെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യണം, അത്രേ ഉള്ളൂ അവളുടെ ഉദ്ദേശം. അല്ലേടി അപ്പു? ശിവേട്ടന് മനസ്സിലായല്ലേ? ഞാൻ നിന്നെ ജനിച്ച അന്ന് മുതൽ കാണാൻ തുടങ്ങിയതല്ലേ മോളെ. നിന്റെ ഈ കുരുട്ടുബുദ്ധിയിൽ എന്തൊക്കെ ചിന്തിക്കുമെന്നും മറ്റാരെക്കാളും എനിക്കറിയാം. അജു ആകെയുള്ള ഒരു അളിയ എന്ന് കരുതി പറയുവാണ്. ഇതിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കുറച്ചധികം ബുദ്ധിക്കുറവുണ്ടെങ്കിലും വിവരം എന്ന് പറയുന്ന സാധനം അടുത്തോടെ പോയിട്ടില്ല. എന്നെ എങ്ങനെ കളിയാക്കുമ്പോ ശിവേട്ട ഒന്നും ഓർത്തോ, ഏട്ടന്റെ ബാക്കിയാണ് ഞാൻ. സോ അത്രയ്ക്ക് ബുദ്ധിയും വിവരവും ഒക്കെ എനിക്കും ഉണ്ടാവും. ഇപ്പൊ ഏട്ടനും അനിയത്തിക്ക് സമാധാനമായാലോ? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ രണ്ടാളുടെയും ബുദ്ധിയുടെയും വിവരത്തിന്റെയും കണക്ക്. എന്നാലും അജു, നിങ്ങൾ രണ്ടാൾക്കും ഇങ്ങനെ രണ്ടെണ്ണത്തിന് മാത്രമാണല്ലോ കിട്ടിയത് എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു സങ്കടം. ഓ, അതിന് അജയേട്ടൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട. എന്നെയും ശിവേട്ടനെയും പോലെ നല്ല പാർട്ട്നേഴ്സിനെ ഇവർക്ക് ലോകത്ത് എവിടെ പോയാലും കിട്ടൂല, അല്ലേ അജുവേട്ടാ? ഇത്രയും നേരം രണ്ടാളും കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ഒന്നായി അല്ലേ? അല്ലെങ്കിൽ ഞാനും എന്റെ അനിയത്തി എപ്പോഴും ഒന്നാണ്, അല്ലേ അപ്പുമോളെ? ഓ, എന്തൊരു സ്നേഹമുള്ള ഏട്ടനും അനിയത്തി. ഇനിയെങ്കിലും ഒന്ന് വന്ന പണി തീർക്കാൻ നോക്ക്. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് സെറ്റാക്കാൻ. ആ ഓർമ്മ ഏട്ടനും അനിയത്തിക്കും ഉണ്ടായാൽ മതി. അജയേട്ട ഇപ്പൊ ശിവേട്ടന്റെ ഒപ്പം കൂടി വല്ലാത്ത കാര്യവിവരമായിപ്പോയി. പണ്ടത്തെ ആളായിരുന്നു നല്ലത്. എന്റെ അപ്പൂ, അന്ന് എനിക്ക് എത്ര വയസ്സാണ്? കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് കളിച്ച് തിരിച്ച് നടക്കാം. എന്നാൽ ഉത്തരവാദിത്തമുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഞാനും കുറച്ചൊക്കെ സീരിയസ് ആയാലേ പറ്റൂ. ലൈഫിൽ എല്ലാ സമയത്തും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നടക്കാനും ജീവിക്കാനും കഴിയില്ല. അപ്പോ ഞാൻ പറഞ്ഞത് അജേട്ടന് വിഷമമായോ? അതൊന്നും ഇല്ല മോളെ, ഞാൻ മോൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കെന്നും നീ എന്റെ സ്വന്തം അനിയത്തി തന്നെയാണ്. സോ മോൾക്ക് ശിവയോട് പറയുന്ന പോലെ എന്നോട് എന്തും പറയാം. ദേ, നീ വേണ്ടാത്ത പണിക്ക് നിക്കല്ലേ മോനെ, ഇവിടെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ശിവേട്ടാ, വെറുതെ എന്നെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കരുത്. നിങ്ങൾ രണ്ടാളും ഒന്ന് മിണ്ടായിരിക്കോ കുറച്ചു നേരം? അജു, നച്ചു, വാ നമുക്ക് പോയി ബാക്കി സാധനങ്ങൾ വാങ്ങാം. അവർ ഏട്ടനും അനിയത്തി ഇതൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് വരട്ടെ. 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങലും അത് സെറ്റ് ചെയ്യലും ഒക്കെ എല്ലാവരും കൂടി ചെയ്തു. ഇനി നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ പുതിയ വീട്ടിലാണ് താമസം, അല്ലേ ചേച്ചി? ഇത്രയും ദിവസം ഒരു വീട്ടിലുണ്ടായിട്ടും ശരിക്കൊന്നും സംസാരിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അത് നിന്റെ എക്സാം ഒക്കെ ആയതുകൊണ്ടല്ലേ അപ്പു? ചേച്ചിയൊക്കെ നാട്ടിൽ വന്ന കറക്റ്റ് ടൈമിൽ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എക്സാം വയ്ക്കാൻ തോന്നിയല്ലോ. അതുകൊണ്ട് എന്താ, ഇപ്പൊ എല്ലാ ടെൻഷനും തീർന്നില്ലേ? ഇനി റിസൾട്ട് വരുമ്പോഴല്ലേ എന്ത് വേണമെന്നൊക്കെ ചിന്തിക്കേണ്ടു. അതൊക്കെ പണ്ടേ ഇവിടെ ഒരാൾ ചിന്തിച്ച് കണക്കൂട്ടി വെച്ചല്ലോ. അതാരാ, നിന്റെ ഏട്ടനാണോ? പിന്നെ ഏട്ടനൊന്നുമല്ല, ശിവേട്ടന് പണ്ടേ അറിയാം എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണെന്ന്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് പഠിച്ചാൽ മതി എന്നാ പറയുന്നത്. ഇത് ചേച്ചിയുടെ പ്രിയപ്പെട്ട അജുവാണ്. ഇങ്ങനെയുടെ പിള്ളേർക്ക് MBA-കാരിയായ അമ്മയെ മാത്രമേ വേണ്ടുപോലും. എന്റെ അജു, നിന്റെ ഒരു കാര്യം, ഇവൾ കൂടി MBA പഠിച്ച നമുക്കൊരു ഹെൽപ്പ് ആവുമെന്ന് ഞാൻ കരുതിയതിൽ എന്താ തെറ്റ്? അയ്യടാ, അപ്പൊ അതാണല്ലേ മോന്റെ മനസ്സിലിരിപ്പ്? എന്നെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് വെറുതെ ഇരിക്കാന്നുള്ള മോന്റെ പുതി 8 മടക്കി പോക്കറ്റിലിട്ടോ. ഞാൻ MBA കഴിഞ്ഞാലും ശിവേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോ അതും പറഞ്ഞ് എണീറ്റ് പോയി. എന്റെ നച്ചു, അവൾക്ക് നല്ല മടിയാണ് പഠിക്കാൻ, അല്ലാതെ കഴിയാനിട്ടൊന്നുമല്ല. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് ചൂടാക്കിയത്. അതുകൊണ്ട് ഇപ്പൊ MBA പഠിക്കാന്ന് സമ്മതിച്ചു. ഇപ്പൊ പഠിച്ചില്ലേ, അവൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും പഠിക്കാൻ ചാൻസ് ഇല്ല. സോ ജസ്റ്റ് അവൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് മാരേജ് കഴിഞ്ഞാലും ബാക്കി പഠിച്ചോളൂ. എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നിട്ടും നച്ചു ഇന്നെങ്കിലും ദേവേട്ടനോട് സംസാരിക്കണം എന്ന് കരുതി ഉറങ്ങാതെ അവനെ കാത്തിരുന്നു. ഇന്നെങ്കിലും ദേവേട്ടനോട് കുറച്ചു നേരം ഒറ്റയ്ക്ക് സംസാരിക്കണം. എപ്പോഴും എല്ലാവരും ഉണ്ടാകുമ്പോൾ മാത്രമേ ഇപ്പൊ കുറെ നാളുകളായി കാണാൻ സാധിക്കാറുള്ളൂ. ഇവിടുന്ന് താമസം മാറിയ പിന്നെ കാണാനും ഇനി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ സമയം 12 ആയല്ലോ. ശിവ പതിവ് പോലെ ഡോർ തുറന്ന് അകത്ത് കയറി മുറിയിലേക്ക് വരുമ്പോ കാണുന്ന തന്റെ കട്ടിലിൽ ഉറങ്ങുന്ന നച്ചുവിനെയാണ്. ഷോ, എന്നെ കാണാൻ കാത്തിരുന്ന് ഉറങ്ങിപ്പോയോ എന്റെ പെണ്ണ്? കുറെ നാളുകളായി തിരക്ക് കാരണം എല്ലാവരും പരസ്പരം ആകെ കാണുന്ന ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയാണ്. എനിക്കാണ് ആ സമയത്തും വീട്ടിൽ എത്താൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വരാമേ, എന്നിട്ട് നമുക്കിന്ന് കെട്ടിപ്പിടിച്ചുറങ്ങാം എന്നും പറഞ്ഞ് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. വേഗം തന്നെ ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നു. അവളോട് ചേർന്ന് കിടന്ന് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. ദേവിയുടെ എന്താ ഇത്ര വൈകിയത്? ഒരുപാട് വർക്കുണ്ട് നച്ചു, കുറച്ചെങ്കിലും തീർത്തില്ലെങ്കിൽ ഓഫീസിലെല്ലാം കുഴഞ്ഞു മറിയും. അതാ എന്നെ കാത്തിരുന്ന് മടുത്തിട്ടൊന്നുമില്ല, ബട്ട് ഉറങ്ങിപ്പോയി. അപ്പുറത്തേക്ക് താമസം മാറി പിന്നെ വല്ലപ്പോഴും കാണാൻ പോലും ഇല്ലാതാകും എന്ന് തോന്നി. അതാ ഞാൻ ഇന്ന് കണ്ടിട്ടേ ഉറങ്ങും എന്ന് വിചാരിച്ചത്. ഹോസ്പിറ്റലിന്റെ ഓപ്പണിങ്ങിന് എന്തായാലും കുറച്ച് ടൈം ആവശ്യമുണ്ട്. സോ നമുക്ക് അതിനു മുമ്പ് നിശ്ചയം നടത്താൻ പറഞ്ഞാലോ? എനിക്ക് ശരിക്കും നിശ്ചയമൊന്നും വേണമെന്നില്ല ദേവേട്ട. മാരേജ് കഴിഞ്ഞ് എന്തായാലും പാർട്ടി വെക്കില്ലേ, പിന്നെന്തിനാ ആദ്യം ഒരു ഫംഗ്ഷൻ?
ഡി, ലൈഫിൽ മനുഷ്യൻ ആകെ ഒരു കല്യാണമല്ലേ കഴിക്കുന്നത്. അത് അടിച്ചു പൊളിച്ച് കഴിക്കും. അല്ല, മോൾക്ക് രണ്ടാമതും കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതിന് ദേവേട്ട സമ്മതിക്കോ? അതെ, ഞാൻ നിനക്കിനി ചെക്കനെ കണ്ടുപിടിച്ച് കല്യാണവും നടത്തി ഹണിമൂണിനും വിടാം നിങ്ങൾ രണ്ടിനെ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, എനിക്ക് എന്റെ ദേവേട്ടനോടൊപ്പം തന്നെ മരിക്കുന്നത് വരെ ജീവിച്ചാൽ മതി. നമുക്ക് മുത്തശ്ശിയോട് പറഞ്ഞല്ലോ ദേവേട്ട വേഗം കല്യാണമാക്കാൻ. നിനക്ക് എന്താ ഇപ്പൊ ഇത്രയും തിരക്ക്? മാരേജ് കഴിഞ്ഞ എന്നാ എന്റെ അടുത്ത് ഉണ്ടാകില്ലേ? ഇപ്പോഴും നിന്റെ കൂടെ തന്നെ അല്ലേ ഉള്ളേ? ഇപ്പൊ കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ്, അല്ലേ ഞാനിങ്ങനെ ഫുൾ ടൈം ഓഫീസിൽ ഇരിക്കുന്ന ആളല്ല. അതൊക്കെ എനിക്കറിയാം. എന്നാലും എന്തോ ഒരു ആഗ്രഹം. പണ്ട് മോൾ എന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണം, നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വിവാഹം മതി എന്നൊക്കെയല്ലേ? അതൊക്കെ ശരിയാണ്. ഇപ്പൊ നന്നായി മനസ്സിലാക്കിയല്ലോ. നിന്റെ ഉറക്കൊക്കെ തീർന്നോ? ഇല്ലല്ലോ. സോ ഞാനിന്ന് ഇവിടെ ദേവന്റെ കൂടെ നെഞ്ചിൽ ഇങ്ങനെ തലവെച്ച് കെട്ടിപ്പിടിച്ചുറങ്ങാമെന്ന് കരുതി. രണ്ടാളും എന്തൊക്കെയോ സംസാരിച്ചുറങ്ങി. നാളെ രാവിലെയാണ് പുതിയ വീട്ടിൽ പാലുകാച്ച ചടങ്ങ്. അതുകൊണ്ട് ഇന്നൊരു ദിവസം എല്ലാവരും ലീവ് എടുത്തു. പണികളൊക്കെ കഴിഞ്ഞെങ്കിലും സാധനങ്ങൾ ഇട്ടതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചും ഒക്കെ ഇരുന്നു. ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയട്ടെ? എന്താണെങ്കിലും പറഞ്ഞു പത്മനാഭ. നമുക്കിടയിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? നിങ്ങളൊക്കെ വരാനും വീടിന്റെ പണി തീരാനും കാത്തിരിക്കുകയായിരുന്നല്ലോ ഇവരുടെ വിവാഹക്കാര്യത്തിൽ തീരുമാനമാക്കാൻ. ഇപ്പൊ എല്ലാം ശരിയായ സ്ഥിതിക്ക് നമുക്കൊരു ഡേറ്റ് നോക്കിയാലോ? അപ്പുമോളുടെ എക്സാമും കഴിഞ്ഞല്ലോ. ഇനിയുള്ള പഠിപ്പ് കല്യാണം കഴിഞ്ഞ് മതി, അല്ലേ അപ്പുമോളെ? എനിക്കും ഒക്കെയാണ് മുത്തശ്ശ. റിസൾട്ട് വന്നാൽ ഞാൻ MBAക്ക് പോകാനാണ് തീരുമാനം. അതിന് എന്തായാലും കുറച്ച് ടൈം എടുക്കും. എങ്കിൽ പത്മനാഭൻ പറഞ്ഞതുപോലെ ചെയ്യാം, അല്ലേ വാസു? ഞങ്ങൾ ഇത്രയും നാൾ ഈ തിരക്കൊക്കെ ഒന്ന് കുറയാനാണ് കാത്തിരുന്നത്. ഇനി ഒന്നും നോക്കാനില്ലല്ലോ. നാളെ കഴിഞ്ഞ് നമുക്ക് പോയി ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാം. നിശ്ചയം നമ്മൾ ഫാമിലി മാത്രം മതി. വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിക്കാം. അത് തന്നെയാ നല്ലത്. കല്യാണത്തിന് നമുക്ക് ഹാൽദിയും മെഹന്തിയും ഒക്കെ വെക്കാം അച്ഛാ. അപ്പുമോൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, അതൊക്കെ നടത്താം. തറവാട്ടിലിനി വേറെ കല്യാണമൊന്നും നടത്താനില്ലല്ലോ. എല്ലാവരും ഇവിടെ തന്നെ ഉള്ളവരല്ലേ. സോ എല്ലാ ഫംഗ്ഷൻസും ഒന്നിച്ച് തന്നെ നടത്താലോ. ഇതൊക്കെ കേട്ട് ശിവ ആകെ സംശയത്തോടെ നച്ചുവിനെ ഒന്ന് നോക്കി. അവളാണെങ്കിൽ അവന്റെ ഭാഗത്തേക്ക് അറിയാതെ പോലും നോക്കുന്നില്ല. അപ്പൊ തന്നെ ഉറപ്പായി മുത്തച്ഛന്റെ ഈ തീരുമാനങ്ങൾക്ക് പിന്നെ അവളുടെ കൈയാണെന്ന്. മെല്ലെ എണീറ്റ് അവളുടെ അടുത്ത് പോയിരുന്നു. എല്ലാവരും സംസാരത്തിലായതിനാൽ അതൊന്നും ആരും കണ്ടില്ല. ഡി, നീ മുത്തച്ഛനോട് എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ദൈവം എന്റെ ആഗ്രഹം കേട്ടതാണെന്നാ തോന്നുന്നേ. പിന്നെ നീ ഇന്നലെ പറഞ്ഞ് ഇന്നൊക്കെയൊന്ന് നടത്തിത്തരാൻ ദൈവത്തിന് വേറെ ഒരു പണിയില്ലാതെ ഇരിക്കുമല്ലേ? വേറെ ആരോട് വേണേലും നീ കള്ളം പറഞ്ഞു, പക്ഷെ എന്നോട് വേണ്ട. നിന്റെ ഒന്നും അറിയാത്ത പോലുള്ള ഇരിപ്പ് കണ്ടപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ചുമ്മാ എന്റെ ഒരു ആഗ്രഹം മുത്തശ്ശിയോട് പറഞ്ഞു. അതിന്റെ ബാക്കിയാണ് ഇതൊക്കെ. എന്തായാലും നിന്റെ ആഗ്രഹം നടക്കാൻ പോകുവാണല്ലോ. മോളുടെ സന്തോഷത്തിന് എനിക്ക് എന്തെങ്കിലും തന്നാൽ ഞാനും സന്തോഷിച്ചേനെ. എന്നെ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് തരുവല്ലേ ഞാൻ. സോ ഇനിയിപ്പോ വേറെ സന്തോഷമൊന്നും വേണ്ട. നിന്നെ പോലെ ഒരു അൺറൊമാൻറ്റിക് മൂരാജ് ഞാൻ എന്റെ ലൈഫ് കണ്ടിട്ടില്ല. നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ലൈഫ് റൊമാൻസ് ഇല്ലാതെ വരണ്ടുണങ്ങിയ നെൽപ്പാടം പോലെ ആകുമെന്നാ തോന്നേ. രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കുളിച്ച് അമ്പലത്തിൽ പോയി വന്നു. രണ്ടു മുത്തശ്ശിമാരും ചേർന്നാണ് രണ്ട് വീട്ടിലും പാലുകാച്ചിലൊക്കെ നടത്തിയത്. അജിയേട്ടന്റെ അമ്മയും അനിയത്തിയും മാത്രമേ ഞങ്ങളല്ലാതെ വേറെ ആൾക്കാരായിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൂടി ഒരുമിച്ച് കുഞ്ഞു സദ്യയൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് കഴിച്ചു. ഇന്നു മുതൽ ഞങ്ങൾ പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്. വേറെ വീട്ടിലാണെങ്കിലും എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. കാണണമെന്ന് തോന്നിയാൽ ഓടിപ്പോയി വരാനുള്ള ദൂരത്തിലാണ് എല്ലാവരും. നാളെ ഇനി മുത്തശ്ശനൊക്കെ ജോൾസിനെ കണ്ടു വന്നാൽ അറിയാം വിവാഹമൊക്കെ എപ്പോഴാണെന്നൊക്കെ. ഞങ്ങളുടെ നാലാളുടെ സ്വപ്നം പൂർത്തിയാക്കാൻ പോവുകയാണല്ലോ. അജു, നിനക്ക് ഇപ്പോഴും മാരേജ് വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്തേ അങ്ങനെ ചോദിക്കാൻ? അല്ല, നീ അപ്പുവിന്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് മതി എന്ന് പറഞ്ഞിരുന്നല്ലോ. അതവൾ പഠിക്കാൻ മടി കാണിച്ചിട്ടല്ലേ? ഇപ്പൊ അവൾക്ക് തന്നെ താല്പര്യമുണ്ട് പഠിക്കാൻ. സോ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിനക്കും ആഗ്രഹമില്ലേ മാരേജിന്? ഞാനല്ലേ ഇത് മുത്തച്ഛനെ കൊണ്ട് വേഗം നടത്താനുള്ള പ്ലാൻ ഉണ്ടാക്കിയത്. എനിക്ക് ശരിക്കും ഇപ്പൊ ഈ കാത്തിരിപ്പൊക്കെ മടുത്തു. അടുത്ത് തന്നെ ഉണ്ടായിട്ടും വല്ലപ്പോഴും അല്ലേ കാണാൻ പറ്റുള്ളൂ ദേവേട്ടനെ. അതാ. ഡി, മാരേജ് കഴിഞ്ഞാലും ശിവയ്ക്ക് ഇപ്പോൾ ഉള്ള അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാകും. സോ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിക്കരുത്. എനിക്കതൊക്കെ അറിയാം അജു. എന്നാലും എല്ലാ ദിവസവും കാണാലോ. അതും പറയാനൊന്നും പറ്റില്ല. എന്തെങ്കിലും ബിസിനസ് ട്രിപ്പ് ഒക്കെ പോകേണ്ടി വന്നാൽ ഞാനും കൂടെ പോകും, അത്രേ ഉള്ളൂ. അജു, ദേവേട്ടനോട് നമ്മൾ ഇപ്പോഴും പഴയ കാര്യങ്ങൾ മറച്ചു വെക്കുകയാണ്. എന്തെങ്കിലും അറിഞ്ഞ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും മാരേജ് കഴിഞ്ഞിട്ട് പറയാം. അതിനു മുമ്പ് എന്തെങ്കിലും കാരണം കൊണ്ട് അറിഞ്ഞ് അത് അന്നേരം നോക്കാം. എല്ലാവരും വൈകുന്നേരം ആയപ്പോൾ മടങ്ങി പോവാൻ ഒരുങ്ങി. അച്ഛാ, ഇന്നൊരു ദിവസം എല്ലാവർക്കും ഇവിടെ നിൽക്കാം. എപ്പോഴും അവിടെ തന്നെയല്ലേ നിൽക്കുന്നത്? കല്യാണി, തനിക്ക് ഇന്ന് ഇവിടെ നിൽക്കണോ? മോന്റെ ആഗ്രഹമല്ലേ. നമുക്ക് എല്ലാവർക്കും ഇന്നിവിടെ നിൽക്കാം. മുത്തശ്ശന് പിന്നെ മുത്തശ്ശി പറഞ്ഞ വേറെ ഒരു തീരുമാനവും ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ അപ്പൂസേ ഞങ്ങൾ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചത്. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ നിങ്ങളെ കണ്ടുപഠിക്കാൻ പറയണം, അല്ലേ നച്ചു ചേച്ചി? ഭാര്യയുടെ വാക്കാണ് അവസാന വാക്ക് എല്ലാ കാര്യത്തിലും. ശിവേട്ടാ, അത് നമുക്ക് രണ്ടാൾക്കും കൂടിയാണ് നിങ്ങളുടെ പെങ്ങള് പറഞ്ഞത്. എനിക്ക് മനസ്സിലായ എന്റെ അജു.
നീ പേടിക്കണ്ട അപ്പു. നീ എന്ത് പറഞ്ഞാലും അജു അതൊക്കെ അനുസരിച്ചോളൂ അല്ലേ? പിന്നില്ലാതെ അവളോട് ചോദിക്കാതെ ഞാൻ ഇനി ശ്വാസം പോലും എടുക്കില്ല. പോരെ? ഒന്ന് നിർത്തോ രണ്ടാളും. എന്നെ കളിയാക്കാൻ അളിയമ്മർ ഒറ്റക്കെട്ടായി നിന്നോളൂ. നിന്നെ ഞാൻ അങ്ങനെ കളിയാക്കോ അപ്പു? നീ എന്റെ ആകെയുള്ള ഒരു അനിയത്തിയല്ലേ? ശിവേട്ടനെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അജു അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ രാത്രിയിലെ ഭക്ഷണം കഴിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങളെല്ലാം കൂടി ഞങ്ങളുടെ വീട്ടിലും കിടന്നു. രണ്ടും മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയാണ് ജോൾസിനെ കാണാൻ പോയത്. ബാക്കിയുള്ളവരൊക്കെ ഓരോ സ്ഥലങ്ങളിലായി പോയി. വാസുവും സീതയും ഹോസ്പിറ്റലിന്റെ വർക്ക് നടക്കുന്നിടത്ത് ഇനി മുതൽ പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് അജുവിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അപ്പവും അച്ചുവും കൂടി അജുവിനെ നാടൊക്കെ കാണിക്കാം എന്ന് പറഞ്ഞ് രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി. ഓരോ സ്ഥലത്തും കൊണ്ടുപോയി അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. രണ്ടും കൂടി അജുവിനെ വെറുപ്പിക്കാനാണ് മെയിൻ പണി. നിങ്ങൾ രണ്ടും കൂടി എന്റെ ചെവി പൊട്ടിക്കോ? ഇനി ഒന്നും പറയണ്ട, ഞാൻ എല്ലാം കണ്ടു മനസ്സിലാക്കിക്കൊള്ളാം. ഓ വേണ്ടെങ്കി വേണ്ട, കുറച്ച് സ്ഥലത്തെ കുറിച്ച് അറിവൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചപ്പോ ഞങ്ങളെ പുച്ഛാണല്ലേ അപ്പോ? പത്മനാഭ, കുട്ടികളുടെ ജാതത്തിൽ കുഴപ്പമൊന്നുമില്ല. വിവാഹത്തിന് അനുകൂല സമയമാണിപ്പോ. ഒന്നും പേടിക്കണ്ട, എല്ലാം ശുഭമായിട്ട് നടന്നോളും. പിന്നെ ശിവദേവിന്റെയും നക്ഷത്രയുടെയും ജാതകത്തിൽ ഒരുപാട് ജന്മങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ ഭാഗ്യമുണ്ടെന്ന് കാണുന്നു. അതെനിക്കറിയാം തിരുമേനി. വീട്ടിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ മേലെപ്പട്ട് തിരുമേനി പോയി കണ്ടിരുന്നു. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. പിന്നീട് നടന്നതെല്ലാം പത്മനാഭൻ ജോൾസിനോട് പറഞ്ഞു. അജുവിന്റെ മുത്തശ്ശനും മുത്തശ്ശി ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ആകെ അത്ഭുതത്തോടെ ഇരിക്കുന്നുണ്ട്. വെറുതെ അല്ല അങ്ങനെ കണ്ടത്. നിങ്ങൾക്കൊക്കെ വിശ്വാസം കാണില്ലെന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ അധികം ഒന്നും പറയാതിരുന്നത്. മുൻ ജന്മത്തിൽ ഒരുപാട് സ്നേഹിച്ചിട്ടും വിധി കാരണം ഒരുമിക്കാൻ കഴിയാത്ത ആത്മാക്കൾക്ക് ഇനിയുള്ള ജന്മത്തിലെല്ലാം ഒരുമിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം കൊടുത്തു കാണും. പിന്നെ നാഗത്താന്മാരുടെ അനുഗ്രഹം കിട്ടുക എന്ന് വെച്ചാൽ ഒരു ഭാഗ്യമല്ലേ? എല്ലാത്തിനും കൂടെ നിൽക്കാൻ ബന്ധം കൊണ്ട് സഹോദരനേക്കാൾ അടുപ്പമുള്ള ഒരാൾ കൂടെ ഇല്ലേ? പിന്നെന്താ വേണ്ടേ? രണ്ടു ജോഡികൾക്കും ഈശ്വര കടാക്ഷം നല്ലോണം കിട്ടിയിട്ടുണ്ട്. അതെല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കും അവരെ. വരുമ്പോ കുറച്ച് ടെൻഷനോടെയാണ് വന്നതെങ്കിലും മടങ്ങുമ്പോൾ ഒരുപാട് സന്തോഷവും മനസമാധാനവുമാണ് മനസ്സിൽ. നിങ്ങളോട് പൂജയുടെയും തിരുമേനി പറഞ്ഞ കഥകളും പറയാതിരുന്നതിന് വാസുവിനോടൊന്നും തോന്നല്ലേ? അവർക്കൊന്നും ഇതിലൊന്നും അധികം വിശ്വാസമില്ലെന്ന് അറിയാലോ, അതാ. ഞങ്ങളുടെ ഒക്കെ സമാധാനത്തിന് മോളെ കൊണ്ട് വിളക്ക് വെക്കാനൊക്കെ സമ്മതിച്ചു എന്നേ ഉള്ളൂ. അത് ഞങ്ങൾക്കും അറിയാലോ പത്മനാഭ. നച്ചിമോൾക്ക് ഇപ്പൊ കുറച്ച് വിശ്വാസമൊക്കെ വന്നു. അവളാണിപ്പോ എന്നും വിളക്ക് വെക്കുന്നതൊക്കെ. പുറത്തൊക്കെ ജനിച്ചു വളർന്നതല്ലേ രണ്ടാളും. ഇതൊക്കെ കാണുന്ന പോലും ആദ്യമായിട്ടായിരിക്കും. പിന്നെ വിശ്വസിക്കണമെന്ന് നിർബന്ധിക്കാൻ നമുക്കും പറ്റില്ലല്ലോ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ടപ്പോ മനസ്സിനൊരു സമാധാനമായി അല്ലേ? അതെ, കുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ട് ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ വെറുതെ ഒരു വിഷമമായേനെ. ഇപ്പോഴത്തെ കാലത്ത് പലരും ജാതകം ഒന്നും നോക്കുന്നില്ല. മനസ്സുകൾ തമ്മിൽ പൊരുത്തമുണ്ടെങ്കിൽ ബാക്കി എല്ലാം ശരിയാകും, അത്രേ ഉള്ളൂ. അജു, എന്താവും മുത്തശ്ശനൊക്കെ പോയിട്ട് ജോത്സ്യം പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ ഇത്രയും സമയം നിന്റെ കൂടെ അല്ലേ ഉണ്ടായേ, പിന്നെ എങ്ങനെയാ എനിക്കറിയോ? നമ്മളിപ്പോ വീട്ടിലെത്തുമല്ലോ, അപ്പൊ അറിയാലോ. എന്നാലും എനിക്ക് ആലോചിക്കുമ്പോ ഒരു ടെൻഷൻ. എങ്കിൽ ചേച്ചി ആലോചിക്കാതിരുന്ന പോരെ? എന്റെ അപ്പോ അതിനിടയിൽ നീ ഇങ്ങനെ ഒന്നും പറയാതെ. വീട്ടിലെത്തിയത് നച്ചു നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് ഓടി. മുത്തശ്ശനൊക്കെ പോയിട്ട് നേരത്തെ വന്നോ? എന്താണ് നച്ചുക്കുട്ടിക്ക് ഇപ്പൊ അറിയേണ്ടത്? അപ്പോഴാണ് അവളുടെ പിന്നാലെ വന്ന അജുവിനെ അപ്പൂനെയും കണ്ടത്. എനിക്ക് മാത്രമല്ല ഇവർക്കും അറിയണം ജോത്സ്യം എന്താ പറഞ്ഞതെന്ന്. ഒരു കുഴപ്പവുമില്ല, ഇപ്പോ വേണമെങ്കിലും വിവാഹം നടത്താം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോൾക്ക് ശിവയ്ക്ക് എല്ലാ ജന്മങ്ങളിലും ഒന്നായി ജീവിക്കാൻ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെന്നും പറഞ്ഞു. സന്തോഷമായ മുത്തശ്ശന്റെ നച്ചുക്കുട്ടിക്ക്. എന്റെ മുത്തശ്ശ, ചേച്ചി ഇത്രയും സമയം എന്താ പറഞ്ഞതെന്ന് അറിയാഞ്ഞിട്ട് ടെൻഷനായി നിൽക്കായിരുന്നു. ഇപ്പോഴാ ഒന്ന് സമാധാനമായത് അല്ലേ ചേച്ചി? രാത്രി എല്ലാവരും വന്നപ്പോ മുത്തശ്ശൻ തന്നെ എല്ലാവരോടും ജോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ നിശ്ചയത്തിന് ഒരാഴ്ച കഴിഞ്ഞുള്ള മുഹൂർത്തവും കല്യാണത്തിന് 1 മാസം കഴിഞ്ഞുള്ള ഡേറ്റുമാണ് തീരുമാനിച്ചത്. ഇത്രയും സമയം പോരെ എല്ലാത്തിനും? അതോ ഡേറ്റ് മാറ്റണോ? മാറ്റാനൊന്നും നിൽക്കണ്ട അല്ലേ വാസു? എല്ലാം നമുക്ക് ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കാം. അതാവുമ്പോ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ അത് ഉറപ്പിച്ചു. ബാക്കിയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കോ. ശിവ, എല്ലാവരും കൂടി ആലോചിച്ച് എല്ലാം ഒന്ന് തീരുമാനിക്കുന്നതാണ് നല്ലത്. നമുക്ക് ആകെ ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുക്കാനുള്ള പണിയേ ഉള്ളൂ. അതിന് കുറച്ച് ദിവസം മതിയാവില്ലേ? എങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിശ്ചയത്തിനുള്ള ഡ്രസ്സ് എടുക്കാനും മോതിരം എടുക്കാനും എല്ലാവർക്കും കൂടി പോവാം. അങ്ങനെ ആലോചനകൾക്കൊടുവിൽ സിമ്പിളായ ഡ്രസ്സ് മതി നിശ്ചയത്തിനെന്ന് തീരുമാനമായി. ഞാനും അപ്പോ സെറ്റ് സാരിയും ദേവേട്ടനും അജും ഷർട്ടും കൊണ്ടും ഉറപ്പിച്ചു. ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ എടുക്കാന്ന് പറഞ്ഞു. ഇന്നാണ് എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത്. മുത്തശ്ശനൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് 2 വണ്ടിയിലായി ഞങ്ങൾ എല്ലാവരും കൂടി പോയി. ഒരുപോലെയുള്ള സാരികൾ ഞാനും അപ്പോ അതിന് മാച്ചായ ഷർട്ടും കൊണ്ടും ദേവേട്ടനും അജുവും എടുത്തു. ഞങ്ങൾ മാച്ചാക്കി എടുത്തപ്പോൾ അച്ഛനും അമ്മയ്ക്കും പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ അതുപോലെ എടുത്താൽ കൊള്ളാം എന്നൊരാഗ്രഹം. ആകെയുള്ള മക്കളുടെ വിവാഹ നിശ്ചയത്തിന് അവരും ഒന്ന് തിളങ്ങട്ടെ എന്നൊരു പറച്ചില്. എന്റെ പപ്പ, നിങ്ങൾക്കൊക്കെ കല്യാണത്തിന് തിളങ്ങിയാ പോരെ? അതെന്താ ഞങ്ങൾക്ക് നിശ്ചയത്തിന് തിളങ്ങിയ? എന്നെ കണ്ട നിന്റെ ചേട്ടനാണെന്നല്ലേ മോളെ പറയുള്ളൂ, അതാണോ നിന്റെ പേടി? തുടങ്ങിയോ രണ്ടാളും? എന്റെ നാൻസി, ഞാനും എന്റെ മോളും ചുമ്മാ ഓരോന്ന് പറയുന്നതല്ലേ.
രണ്ടു മുത്തച്ഛനും മുത്തശ്ശിക്കും ഒരുപോലെയുള്ള ഞങ്ങളുടെയൊക്കെ പോലെ മാച്ചാക്കി ഡ്രസ്സ് എടുത്തു. പുറത്തുനിന്ന് ആരെയും പതിവ് പോലെ വിളിക്കുന്നില്ല. അജയേട്ടനും അമ്മയും അനിയത്തിയും പിന്നെ ഞങ്ങളുടെ കുടുംബം പോലെ ആയതിന് എല്ലാത്തിനും കൂടെയുണ്ട്. അവർക്കുള്ള ഡ്രസ്സും ഞങ്ങൾ തന്നെയാണ് എടുത്തത്. ഇനി മോതിരം സെലക്ട് ചെയ്ത് പേരെഴുതാൻ കൊടുത്താൽ പണി കഴിഞ്ഞു. ഇപ്പൊ ചെറിയ രീതിയിലായതുകൊണ്ട് സാരമില്ല. ഇനി കല്യാണത്തിന് എന്ത് ചെയ്യേണ്ട ദേവേട്ടാ? അതിന് ടെൻഷൻ ഇല്ലല്ലോ. എന്റെ ഫ്രണ്ടിന്റെ വൈഫിന് ഒരു കുഞ്ഞു പാർലറുണ്ട്. അവിടെ തന്നെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. എല്ലാം ഞാൻ അവനോടും വൈഫിനോടും പറഞ്ഞിട്ടുണ്ട്. നിശ്ചയം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പോയി അളവൊക്കെ കൊടുക്കാം. എല്ലാം സെറ്റാക്കി തരും. കല്യാണത്തിന്റെ അന്ന് നിങ്ങളെ റെഡിയാക്കാനൊക്കെ അവര് തന്നെ ചെയ്തോളും. ഞാൻ അവര് ചെയ്ത കല്യാണ വർക്കൊക്കെ കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പൂന് അറിയാമായിരിക്കും. ഫിറ്റ് ഫോർ യു കേട്ടിട്ടില്ലേ? യെസ്, എനിക്കറിയാം. അത്യാവശ്യം ഫേമസ് ആണല്ലോ അവര്. എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ മാരേജ് ഡ്രസ്സ് അവരാണ് ചെയ്തത്. അന്ന് എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എങ്കിൽ അത് ഫിക്സായി. നമുക്കുള്ളത് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളത് അവരോട് തന്നെ ചെയ്തു തരാൻ പറയാം. ഇനി ആകെയുള്ള പണി ആഭരണങ്ങൾ എടുക്കലാണ്. അതിൽ നമുക്ക് റോളൊന്നുമില്ല. എല്ലാം മുത്തശ്ശിയും അമ്മയും ഒക്കെ അവരുടെ ഇഷ്ടത്തിന് എടുത്തോട്ടെ. അതാ നല്ലത്. എനിക്ക് അതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ല. പിന്നീട് എന്തായാലും ഗോൾഡ് ഒന്നും യൂസ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. അപ്പൂന്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ. ഇനി വെറും 2 ദിവസം കൂടിയേ ഉള്ളൂ ഞങ്ങളുടെ നിശ്ചയത്തിന്. എല്ലാവർക്കും എന്തൊക്കെയോ തിരക്കാണ്. ദേവേട്ടനും അങ്കളും ഓഫീസ് വർക്കൊക്കെ തീർക്കാനുള്ള തിരക്കാണ്. ബാക്കി എല്ലാവർക്കും വീട്ടിൽ ചെറിയ ഡെക്കറേഷൻസ് ഒരുക്കുന്ന പണിയാണ്. ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് നാളെ കിട്ടും. എനിക്കും അപ്പനും വീട്ടിൽ വെറുതെ ഇരുന്ന് ഫുഡ് കഴിക്കൽ മാത്രമാണ് പണി.